ഹലോ ഗായ്സ്, GTA 5 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ GTA 5 അടുത്ത മിഷനായിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ബൈക്ക് എടുത്ത് വന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ്റെ ഡ്രസ്സ് ഉണ്ട് ഗൈസ്, തോപ്പിയും വെള്ളയായിട്ട് ആവശ്യത്തിലോ അല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല കോസ്റ്റ്യൂമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ മിഷൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏതാണ് ഈ രണ്ട് തള്ളച്ചി വഴി വാക്കിങ്ങിന് പോകാൻ തോന്നുന്നു. ഫ്രാങ്ക്ലിൻ കൂടെ ഒളിച്ചിട്ടുണ്ട് കേട്ടോ. നടന്നു നോക്കിയാൽ ഗൈസ് മറ്റേ മാർച്ച് പാസ്റ്റിന് പോകാറില്ലേ ചെറിയ പിള്ളേർ, അതുവരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ നേരെ അവിടെ മെഷീനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെയോ പറയണ്ടല്ലോ, എന്തോ വാക്കിങ്ങിനെ കുറിച്ചൊക്കെ കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലാമറിൻ്റെ കാറിൽ കയറാനാണ് തോന്നുന്നു. അയ്യോ പട്ടി, പേടിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ചോപ്പ് ഇട്ട ഗൈസ്. നിങ്ങളെല്ലാവരും പല GTA 5 വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ ഈ കുട്ടനെ, അല്ല പട്ടീനെ, സോറി, ഇതിൻ്റെ പേരാണ് ചോപ്പ്. അപ്പോൾ ഇവന് നമുക്ക് ഈ മിഷൻ കഴിഞ്ഞാൽ കിട്ടുന്നതാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ വണ്ടി കയറാൻ പോകട്ടെ. ലാമറ വണ്ടി ഏത് തെങ്ങും തോപ്പി കൊണ്ടുപോയിട്ടാണ് വെച്ചേക്കണത്. ഓക്കെ, അവിടെ അടുത്തെങ്ങാണ്ട് തോന്നുന്നു. ഈ പരിസരത്ത് നമ്മൾ തോക്കെടുത്ത് എല്ലാവരും ചന്തയ്ക്ക് ഓടണ പോലെ ഓടിട്ടെ. അപ്പോൾ ഗെറ്റിൻ്റെ വാൻ, ഇവിടെ വാനിൽ കയറാട്ടെ. വെള്ള കളർ വാൻ, ചളിയൊക്കെ തെറിച്ചിട്ട്. എൻ്റെ പൊന്ന് പട്ടി, വാൻ കയറ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ഞെക്കാനും മറക്കണ്ട. ഓക്കെ, ലാമറ എടുക്കാണ്ട് പോകാൻ പോയിന്ന്. ലാമറ കയറിക്കോ. ഞാൻ പെട്ടെന്ന് ലാമറ പുറകിൽ കയറിയെന്ന് വെച്ചാൽ. ഓക്കെ, ലാമറ കയറിയിട്ട് നമുക്ക് എന്തായാലും വേഗം അങ്ങോട്ട് ചെല്ലാം. ഇവിടെ അടുത്തങ്ങ് വൈൻവുഡ് ബോൾവാർഡ്, ദൂരം ഉണ്ടോ? സ്ട്രൈറ്റ് റോഡാവേ, കത്തിച്ചൂടാ നമുക്ക് ഗൈസ്. ഓക്കെ, ഇപ്പം എന്തായാലും വൈകുന്നേരം ആറായിട്ടുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് വൈകുന്നേരത്തെ പക്ഷേ ഇഷ്ടമല്ലേ. കറക്റ്റ് ആ ടൈമിലാട്ടോ ഞാൻ അങ്ങോട്ട് വരുള്ളൂ, അതാണ് കുഴപ്പം. ഓക്കെ, ഇവിടുത്തെ കിങ്ങാണ് കേട്ടോ നമ്മൾ. ഇതൊരു ലോക്കൽ ഏരിയ ആണ്, ഇവിടുത്തെ കിങ്ങാണ് നമ്മൾ. ഓക്കെ, ഇപ്പോൾ സ്ട്രൈറ്റ് റോഡായിട്ട് നമുക്ക് കത്തിച്ച് പറപ്പിച്ച് കുതിച്ച് വിടാം കേട്ടോ ഗൈസ്. മെയിൻ റോഡിൽ കൂടെ എനിക്ക് വിടാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ബ്രിഡ്ജും കൂടെ ഒക്കെ കത്തിച്ച് വിടാം നമുക്ക്. വൈൻവുഡ് ബോൾവാർഡ് എന്ന് പറയുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടില്ലല്ലോ. നമ്മളിവിടുത്തെ മാപ്പൊക്കെ ഒന്ന് പഠിച്ച് വരണം കേട്ടോ. മുഴുവൻ മാപ്പൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒന്നാലും നേരെ കത്തിച്ച് വിടാം. ഈ റൂട്ടിൽ കൂടെ ഒക്കെ ഞാൻ വന്നിട്ടുണ്ട്, ഈ റൂട്ടൊക്കെ എനിക്കറിയാം. ചില റൂട്ടൊന്നും എനിക്ക് തീരെ അറിഞ്ഞൂടാ കേട്ടോ. നമുക്ക് എന്തായാലും കത്തിച്ചെത്താറായോ, നല്ല ദൂരണമെന്ന് തോന്നുന്നു. മാപ്പിലൊക്കെ കാണാം. കത്തിച്ച് വിട്ടുകൊണ്ട് കേട്ടോ. ട്രാഫിക്കൊന്നും നമുക്ക് ബാധയില്ല. ട്രാഫിക്ക് നമ്മൾ VIPs ആണ് ഗൈസ്. നമുക്ക് എൻ്റെ ടാക്സി വാനാണ് കേട്ടോ. അതിൻ്റെ അകത്തുള്ള ആൾ പാവം. നമ്മളിനെ പ്രൊഫഷണലായിട്ട് വേണം ഗൈസ് ഓടിക്കാൻ, ഞാൻ ഓടിക്കണ പോലെ. നമുക്ക് നേരം അങ്ങോട്ട് ചെല്ലാട്ടോ. അതായത് തിരുവിൻ്റെ അവിടത്തെ നമ്മുടെ സ്ഥലം എത്തിക്കഴിഞ്ഞു. എന്തോ ആളെ പിടിക്കാനാര് ഏതോ റൈഡ് എന്തോ പറയണ്ടായിരുന്നു ലാമർ. സ്കിപ്പ് അടിച്ച ആളെന്ന് ചിലർക്ക് ബോറടിക്കുന്നത് കേട്ടിരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല, എൻ്റെ സൗണ്ടായിരിക്കും കൂട്ടി വെച്ചിട്ടുണ്ടാവുക എഡിറ്റ് ചെയ്യുമ്പോൾ. അതാണ് ഞാൻ സ്കിപ്പ് അടിച്ച് പോയത്. എൻ്റെ പൊന്നു മോനെ, തനിക്ക് വണ്ടി ഓടിക്കറിയോടോ? ഒരു കാരണം കഴിച്ച് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചേ. തിരുവൻ്റെ അവിടെ ആണല്ലോ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് അവൻ ഇടിച്ചില്ല. പക്ഷേ വണ്ടി എടുത്തിട്ടു. ഏതാണ് ഈ തോപ്പിക്കാരൻ? എന്തോ വിളിക്കുന്നുണ്ട് കേട്ടോ. മാസ്കൊക്കെ ഇട്ടിട്ട്, കൊറോണ ടൈമാണ്. എന്താ പരിപാടി? അവൻ എന്തോ അവിടെ എന്തൊട്ട് ചെയ്തോണ്ടിരിക്കണ്ട. അവൻ എന്തോ പറയണ്ടല്ലോ. അവൻ എന്തായാലും നമ്മളെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്കിപ്പ് അടിക്കാൻ. അവനെ പിടിക്കാൻ ഓട്. ലാമർ ഓടിയ സ്പീഡ് ഉണ്ടോ? ഈ സൂസൈൻ ബോൾട്ട് ഓടിയ പോലെ ലാമർ ഓടി. നമുക്ക് കത്തിച്ചുവിടാം കേട്ടോ. അവനെ പിടിക്കാൻ പോവാം നമുക്ക്. ഇട്ടിട്ടോ. ഓക്കെ, നമുക്ക് നേരെ തിരിച്ചു പോട്ടെ. കത്തിച്ചു കേട്ടോ. ഈ പെരട്ട വാനിന് സ്പീഡില്ല കേട്ടോ, തീരെ സ്പീഡില്ല ഇതിന്. പക്ഷേ ഇപ്പോൾ കാറൊക്കെയാണ് നമ്മൾ പിടിക്കേണ്ട ടൈമാ. സ്പീഡ് കൂടിയില്ല.
ഇടിച്ചോ ചോടിക്കോ ഇടിക്കല്ലേ നമ്മൾ തിരിക്കുമ്പോൾ കറക്റ്റ് സൈഡിൽ കേട്ടോ ആൾക്കാർ തിരിക്കുള്ളൂ. ഓഹ് അവനോടെ നീക്ക് അറ്റത്ത് കത്തിച്ചൂടാട്ടോ അവനെ വേഗം പിടിക്കുമ്പോൾ. അവൻ്റെ ബൈക്കിന് ഒടുക്കത്തെ സ്പീഡാണല്ലോ ഗൈസ്. നമ്മൾ പിന്നെ ഇടിച്ചോണ്ടോട്ടോ, അല്ലെങ്കിൽ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കായിരുന്നു. ഇടിച്ചോ ഓഹ് ഓഹ് നമ്മുടെ കൊണ്ട് നിന്ന് നെപ്പിൽ കിടന്ന് കറങ്ങട്ടെ, പമ്പരം കറങ്ങണ പോലെ കറങ്ങണേ. ഈ വണ്ടിയാണ് തിരിക്കാൻ അത്ര എളുപ്പമല്ല. ബൈക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തിരിക്കാൻ പറ്റും സ്പീഡാണേലും. പക്ഷെ ഇതങ്ങനെയല്ല, കൺട്രോൾ വിടും തിരിക്കുമ്പോൾ. എന്താ നേരെ ഹൈവേയിൽ പിടിച്ചാൽ കിട്ടില്ല മോനെ. അയ്യോ ഹൈവേയിൽ കൂടെ പോടാ. ഇത് ഏതൊക്കെയാണ് വഴി ഗൈസ്? വഴിക്കൂടി ഏതാണ് എല്ലാ വഴിയൊക്കെ? ഇതൊക്കെ ഏത് വഴിയാണ് ഗൈസ്? ഞാൻ വിടാട്ടാ. അയ്യോ എന്തൊട്ടാണ് ഈ സമയം വെട്ടിയിട്ട വാർത്തുണ്ടോലെ അവൻ്റെ ബൈക്ക് കിടക്കണം നോക്കിയ ഗൈസ്. അതാണ് അമിത വേഗത്തിൽ ഓടിക്കാൻ പാടില്ല. നമ്മൾ പോകണ പോലെ മെല്ലെ പോകണം ഗൈസ്. ഇല്ല അവനെ കാണാനില്ലല്ലോ. ചോപ്പേ അവൻ്റെ മണം പിടിച്ച് പോയെ. കേസ് അവൻ്റെ ബൈക്ക് പുക പോണത് നമ്മൾ പിടിക്കാൻ പോട്ടാ. ചോപ്പ് എന്തായാലും ഓടുന്നുണ്ട്. നമുക്കൊന്ന് നേരെ പോകാൻ. ചേട്ടാ ബസ് ഇപ്പം എടുക്കല്ലേ, ഞാൻ ചാവും. ഭാഗ്യം എടുത്തില്ല ഗൈസ്. അവന് പട്ടിക്ക് പോലും പിടിക്കാൻ പറ്റില്ല. അവന് എന്തുട്ടാടെ യൂസെയിൻ ബോൾട്ടാ ഗൈസ്. അവൻ എന്ത് സ്പീഡിലാണ് ഗൈസ് ഓടണേ. എൻ്റെ ഭഗവാനെ കത്തിച്ചു വിടാട്ടോ അവൻ. നമ്മൾക്ക് ഈ ഇടവഴിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫ്രാങ്ക്ലിൻ്റെ പവറുണ്ട് ഗൈസ്. മരമൊക്കെ അടിച്ച് പൊളിച്ചു അവന്. സൈഡിൽ ഓടിപ്പോണം ചാടി പിടിക്കട്ടെ. എൻ്റെ ചോപ്പിനെക്കാട്ടും വേഗം നമുക്കുണ്ട് കേട്ടെ. എൻ്റെ ചോപ്പൊന്ന് ഓടിപ്പോടെ. ചോപ്പിന് സ്പീഡ് കുറവാണ് കേട്ടെ. എൻ്റെ ചോപ്പോ സ്പീഡിൽ എൻ്റെ അമ്മ ചോപ്പ് അവിടെ എത്തുമ്പോൾ നാളെ ആവട്ടെ. ഇതാവൻ ട്രെയിൻ കയറി പോണു. ചെന്നൈ എക്സ്പ്രസ് കളിക്കവൻ. എൻ്റെ അമ്മോശേ ഫോളോ ചോപ്പ്. എൻ്റെ അമ്മോശേ നമ്മൾ ട്രെയിൻ ചാവാഞ്ഞ ഭാഗ്യം. ചോപ്പിന് ക്യാരക്ടറാ നോക്കട്ടെ. ഗൈസ് നമ്മളിപ്പോൾ ചോപ്പായിട്ടുണ്ട് കേട്ടാ. ചോപ്പിന് ഇങ്ങനെയാണ്, പട്ടികൾക്കൊക്കെ ഇങ്ങനെയാണ് ഉള്ളത്. ചോപ്പെന്താ ഓടാത്തത്? ഫ്രാങ്ക്ലിൻ്റെ നോക്കട്ടെ. ഓപ്പൺ ബോക്സ് സേഫ് ഡി സൈഡ്. അവൻ്റെ പേരുണ്ട് SD. ഒറ്റ ലെറ്ററിൽ അവൻ്റെ പേര് D. അല്ലെങ്കിൽ ഇത് അമേരിക്കൻ ഗെയിം ആയതുകൊണ്ട് ആൾക്കാർ ഷോർട്ട് ഫോമിൽ വിളിക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ. ബോക്സ് കാസ് നമ്മളെന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ട്രെയിനിൻ്റെ അകത്ത് അവനുണ്ടോ തപ്പാനായിരിക്കും. നമുക്ക് എന്തായാലും എല്ലാം ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്തുണ്ടോ? ഇതിൻ്റെ അകത്തില്ലല്ലോ. അവൻ ട്രെയിൻ കയറി പോയില്ല. അപ്പോൾ അതവന് ട്രെയിനിലേക്ക് ചാടി തോന്നു കേട്ടോ. ക്യാരക്ടർ മാറ്റാം. ചോപ്പായിട്ടുണ്ട്. ചോപ്പിനെല്ലാം കണ്ടുപിടിക്കാറുണ്ട്. ചോപ്പ് കടിക്കുമോ? ഇല്ല ഭാഗ്യം. ചോപ്പ് മണം പിടിച്ചിട്ട് ഇവിടെ എവിടെയോ ആ കണ്ടെയ്നറൊക്കെയാണല്ലോ നോക്കണേ. ആ കണ്ടെയ്നറിൻ്റെ അടുത്തേക്ക് ചോപ്പ് പോകണ്ട് കേട്ടാ. ചാടാനൊന്നും പറ്റില്ല. ഒന്നും ഫ്രാങ്ക്ലിനാവാം. ഓക്കെ നമുക്ക് ആ കണ്ടെയ്നറിൻ്റെ അടുത്തേക്ക്. ചോപ്പ് ഇങ്ങോട്ട് ഓടണേ. ചോപ്പ് അത് ശരി. ചോപ്പ് ചൊല്ലിക്കൊണ്ട് കണ്ട അവിടെ. ചോപ്പ് അവിടെ ചൊല്ലാൻ പോയി. ചോപ്പ് ഇങ്ങോട്ട് ഓടെ. നമ്മൾ മിഷൻ്റെ ഇടയ്ക്ക് ഒറ്റ അടി വെച്ച് കണ്ടല്ലോ ഗൈസ്. മിഷൻ്റെ ഇടയ്ക്കാണ് അവനവിടെ കൊണ്ട് കളിക്കാൻ പോണത്. ഈ ചോപ്പ് ഇങ്ങോട്ട് ക്യാരക്ടറായിട്ട് മാറ്റാൻ പറ്റില്ല. ഫ്രാങ്ക്ലിൻ എന്നിട്ട് ഈ ഞെക്കാൻ ചോപ്പ് അടി കഴുത്തേക്ക്. ചോപ്പ് മിഷൻ്റെ അടുക്കണ്ട ഗൈസ്. കുറുമ്പാട്ടും ചോപ്പ് എന്തൊട്ടാലും ഇങ്ങനെ. നമുക്കൊന്ന് ബോക്സ് ചെയ്യൂ കുഴിയാന്ന് വെച്ചേ. ഓക്കെ ഈ ബോക്സ് കവർ ഓപ്പൺ ആക്കാനാണ് പറയണത് കേട്ടോ. നമുക്കെന്തായാലും ഓപ്പൺ ആക്കാൻ നോക്കട്ടെ. ഈ ബോക്സ് കവേഴ്സ് തന്നെയാണ്.
ഓക്കെ അപ്പം നമുക്ക് എന്തായാലും അവസാനത്തെ ഒരു ബോക്സ് തുറന്നപ്പോൾ അവനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ചോപ്പാവാനാണ് പറഞ്ഞത്. നമുക്ക് അവനെ ചാടി കയറി പിടിക്കാട്ടാ. ഇപ്പം ചോപ്പിന് സ്പീഡ് ഉണ്ട് കേട്ടോ, നേരത്തെ സ്പീഡ് ഉണ്ടായില്ല. ഓക്കെ അവൻ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാങ്ക്ലിനാവും. ഓക്കെ ഫ്രാങ്ക്ലിൻ എവിടെ? അവരെവിടെ? ഏത് വഴി കൂടി? അപ്പുറത്താണ്. നമുക്ക് വഴി തെറ്റിയിട്ടേ. നമ്മളെന്തായാലും അവനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് വേഗം ചാടിപ്പോവാം. ചോപ്പ് വെരി ഗുഡ്. ഉച്ചക്കത്തെ ഭക്ഷണമല്ലേ, രാത്രിത്തെ ഭക്ഷണം അവിടെ കൊണ്ടുപോയിട്ട് തരാം. ചോപ്പ് വെൽ ഡൺ. സ്റ്റോപ്പ് ഉണ്ടായ അവനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും അവനെ കിട്ടിയിട്ട് നോക്കിയാൽ നമുക്ക് എന്തായാലും അവനെ കൊണ്ടുപോയി അങ്ങോട്ട്. എനിക്കുള്ള പണി തരാട്ടോ. അവനെ വാനിൽ കയറ്റാൻ പോകട്ടെ. ഓ ലാമർ ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോടൊക്കെ പറഞ്ഞു കൊടുക്കുക ലാമറിനെ കുറിച്ചിട്ട്. ചോപ്പ് കയറാ. നിനക്ക് കൂട്ടിന് ഒറ്റയ്ക്കാളില്ല, ഒരാളെ കൂടെ വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട കേട്ടോ. അല്ല നമ്മളെന്തായാലും ചോപ്പിനെ കൂടെ അവൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും നേരെ വണ്ടി വിടാം. തിരിച്ചോ, വണ്ടി തിരിച്ചോ. ടേക്ക് ഡി ടു ലാമർസ് ഹൗസ്. ലാമറിൻ്റെ വീട്ടിൽ കൊണ്ടുപോട്ടാ. ലാമർ നമ്മുടെ സൈഡിലിരുന്ന് നമ്മളെ തന്നെ നോക്കണം. ചോപ്പ് അവൻ നമ്മുടെ അടുത്ത് എന്തൊക്കെയോ പറയണ്ട. അവന് ദേഷ്യം വന്നിട്ടാന്ന് തോന്നുന്നു. ഈ വണ്ടി ഇടിച്ച വഴി തെറ്റിയ സാരില്ല, ഈ വഴി പോവാം. എന്നാലും അവനെ ബസ് അടിച്ച് അവനൊന്നും പറ്റിയില്ല കേട്ടോ. അതാണ് വിറ്റ് സാധനം. പക്ഷേ ലാമറിൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്. ലാമറിനെ ഇവിടെ നിന്ന് കാണിച്ചാൽ അന്നേരം അങ്ങോട്ട് പോവാം. പിന്നെ മെയിൻലി രാത്രി ഓടിക്കാൻ വെച്ചാൽ എനിക്ക് ഒന്നാമത് കണ്ണും കാണില്ല, പിന്നെ വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ, പ്രൊഫഷണൽ ഡ്രൈവർ. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഓടിക്കാനെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്കെല്ലാം അറിയാം. സ്റ്റോപ്പ് ദി വാൻ ടു ലെറ്റ് ഡി ഔട്ട്. വീട്ടിൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും അടിച്ച് പുറത്താക്കാം. എൻ്റെ ഫോണൊക്കെ എടുത്ത് എറിഞ്ഞാണ് കേട്ടോ നമ്മൾ. അറിയുമ്പോൾ ഒറ്റ ചോട്ടണില്ല അവനായി. അവനവിടെ കിടന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും തിരിച്ച് ലാമറിൻ്റെ വീട്ടിലേക്ക് പോവാം. രാത്രി പാട്ട് ഡ്രോപ്പ് ലാമർ ഓഫ് ദി റീസെൻറ്റർ റെക് സെൻറ്റർ. എന്തായാലും ഇവിടെ അടുത്തെങ്ങാണ്ടാണല്ലോ. ഇപ്പോൾ വീട്ടിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്, എന്തെങ്കിലും പറയട്ടെ. നമുക്ക് എന്തായാലും ആ സെൻറ്ററിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കാട്ടെ. സ്ഥലത്തിയിട്ടുണ്ട്. ഇവിടെ അവിടെ പെർഫെക്റ്റ് പാർക്കിംഗ് ഗൈസ്. ഓക്കെ നമുക്കത് ലാമറിനെ ഇറക്കാട്ടെ. അപ്പോൾ ശരി ലാമർ എത്താറ്റാ. ഓക്കെ ലാമർ ഓക്കെ. ചോപ്പിനെ എടുത്തവൻ ചോപ്പിനെ കൊണ്ടുപോയാ നമ്മുടെ മിഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോപ്പിനെ കൊണ്ടുപോയി തോന്നുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രയ്ക്കാളും. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തോടെ എനിക്കണം. ടാറ്റാ ബൈ ബൈ.